നൈറ്റ് അവസാനിക്കുന്ന ദിവസം ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. വേറെ ഒന്നല്ല, തലയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി നല്ല ചൂടുവെള്ളത്തിലൊരു കുളിയൊക്കെ പാസ്സാക്കി സുഖമായിട്ട് ആ ഫാൻ ഇട്ടിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങുമ്പോഴത്തെ ഒരു സുഖം ഉണ്ടല്ലോ. അത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരോട് തന്നെ ചോദിക്കണം. പ്രത്യേകിച്ച് അത് ലാസ്റ്റ് അവസാനിക്കുന്ന ഒരു ദിവസം. ഇട ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒറ്റൊരു ചിന്തയുള്ളൂ, വീട്ടിൽ വരണം, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കിടന്നുറങ്ങണം, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ ലാസ്റ്റ് ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഞാൻ വന്ന പാടെ തലയിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് സെറ്റാക്കി കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു. നമുക്കൊരു 7-8 മണിയാകുമ്പോൾ ഭയങ്കര ഒരു വയറുകത്ത് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നൈറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കോളച്ചൊക്കെ ഇരിക്കുമ്പോൾ ഞാനൊരു സ്പെഷ്യൽ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കും കേട്ടോ. ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല അവിടുത്തെ ഫിൽറ്ററിൽ നിന്ന് നല്ല തിളച്ച വെള്ളം കിട്ടും. അതും ബ്രൂ കാപ്പിയുടെ പൊടിയൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് കാപ്പി. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാപ്പിക്ക്. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് കണ്ട് ഇപ്പോൾ എല്ലാവരും അത് കണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അവിടെ ചേച്ചിമാരുടെ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് പോകും. ചേച്ചിമാരിങ്ങനെ ഇത്രയും വലിയ മഴയത്ത് ഇങ്ങനെ കരിങ്ങളൊക്കെ ചോക്കണ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും. അവരുടെ വീട്ടുകാരൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ടോ അല്ലേ? അവരുടെ മക്കളായാലും കുടുംബക്കാരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഇവർ പാടുപെടുന്നത് അല്ലേ? ഇതൊക്കെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഒരിക്കൽ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയും ഇങ്ങനെ ഒരു ജോലിക്കൊക്കെ പോയിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. അമ്മ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴും നല്ല ഗോതമ്പ് ദോശയും നല്ല നാളികേര ചട്നി ഉണ്ടാക്കി കട്ടൻ ചായയും വെച്ച് ഞാൻ കാത്തിരിക്കും കേട്ടോ അമ്മേനെ. അതൊരു ഒരു പ്രത്യേകതയാണ് കേട്ടോ. എൻ്റെ അമ്മ അറ്റത്തുനിന്ന് വരുന്ന നോക്കി ഞാൻ കാത്തിരിക്കും. എൻ്റെ അമ്മ വരുമ്പോൾ ആ ഗോതമ്പ് ദോശയും ആ ചട്നിയും ആ ഒരു ചായയും. പക്ഷെ അമ്മ അത് പറയാറുണ്ട് കേട്ടോ, അതിനൊരു പ്രത്യേക രുചിയാണെന്നുള്ളത്. കാരണം വിശന്ന് പ്രാണം പോയി അവർ തിരിച്ച് വീട്ടിലെത്തി ശരീരം പോലും അനക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കയറി വരുമ്പോണ്ടല്ലോ, നമ്മൾ നീട്ടി കൊടുക്കുന്ന ഒരു ഗ്ലാസ് ചായ മതി അവരുടെ എല്ലാ ക്ഷീണവും മാറാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങാമെന്ന് തന്നെയാണെന്ന് വിചാരിച്ചേ. പിന്നെ ഇന്ന് രാത്രി എന്തായാലും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അടുക്കളയിൽ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ടൈലിൻ്റെ ഭാഗത്ത് കുറച്ച് കറയുണ്ടായിരുന്നു. കുറച്ചിങ്ങനെ അഴുക്ക്, നമ്മളിങ്ങനെ കറിയൊക്കെ കാച്ചുമ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അഴുക്ക് അതിൽ വന്ന് പറ്റിപ്പിടിക്കുമല്ലോ. അപ്പം ഞാനത് കുറച്ച് സോപ്പും കുറച്ച് മറ്റേ നമ്മൾ പാത്രമൊക്കെ കഴുകണ ഇരുമ്പിൻ്റെ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നന്നായി ഉരച്ച് കഴുകി തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എന്തൊരു കളറാണ് വന്നതെന്നറിയാം. മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞൊരു നല്ലൊരു ക്ഷീണം വന്നപ്പോൾ ഞാൻ നല്ലൊരു പാൽ ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.